നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്നത് ഒരു വാഹനത്തിൻ്റെ സർവീസ് ബുക്കും ചാവിയുമാണ്. പുതിയതായിട്ട് വാഹനമെടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നത്, വാഹനം വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു സർവീസ് ബുക്കും ചാവിയും നമുക്ക് കിട്ടും. 2 ചാവിയും ഒരു സർവീസ് ബുക്കുമാണ് കിട്ടുന്നത്. എന്നാൽ ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ചാവിയുടെ കൂടെ ഈ ഒരു അലുമിനിയം പ്രിൻറ്റിങ്ങും കൂടി വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ കീ കോഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ വാഹനത്തിൻ്റെ ചാവി നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കീ കോഡ് വച്ച് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും, ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കുവാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ സർവീസ് ബുക്കും ചാവിയും കൂടിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. എന്നാൽ ഒട്ടുമിക്ക വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, സെക്കൻഡ് ചാവി കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു അലുമിനിയം പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ, കീ നമ്പർ, നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റിയത് കീ നമ്പറാണ്. ഈ കീ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആരും ശ്രദ്ധിക്കാറില്ല. ചില വാഹനങ്ങൾക്ക് ബാർകോഡായിരിക്കും കാണിക്കുന്നത്, ചില വാഹനങ്ങൾക്ക് ഇതുപോലെ കീ നമ്പർ കാണിക്കാറുണ്ട്. ഈ കീ നമ്പർ ഈ ഒരു ചാവിയിലല്ലാതെ തന്നെ വേറൊരു ഭാഗത്ത് കൂടി എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് വാഹനത്തിൻ്റെ സർവീസ് ബുക്കാണ്. ഈ സർവീസ് ബുക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് വ്യക്തമായിട്ട് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഓണേഴ്സ് മാനുവൽ എന്നാണ് ഇതിന് പറയുന്നത്. ചിലർ സർവീസ് ബുക്ക് എന്ന് പറയും, ചിലർ സർവീസ് മാനുവൽ എന്നും പറയും. ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് അറിയപ്പെടുന്നത്. വാഹനത്തിൻ്റെ സർവീസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വാഹന ഉടമ ഓണറിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൂടാതെ വാഹനത്തിൻ്റെ മറ്റ് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കീ നമ്പർ നേരത്തെ കാണിച്ച സെയിം കീ നമ്പറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 353. ഓക്കെ, ഈ കീ നമ്പർ തന്നെയാണോ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ഒരു പ്രധാനമായും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാഹനം വാങ്ങുന്ന സമയത്ത് ഓണേഴ്സ് ഡീറ്റെയിൽസിൻ്റെ, ഓണറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ് ഡീറ്റെയിൽസ്, വാഹനത്തിൻ്റെ എൻജിൻ നമ്പർ, ചേസ് നമ്പർ, അതുകൂടാതെ മറ്റ് പല കാര്യങ്ങൾ, കളർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ എൻ്റർ ചെയ്തിരിക്കും. എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ്, അതായത് രണ്ടാമത് ഒരു പാർട്ടിക്ക് മറിച്ച് വിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചാവി കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു സെക്കൻഡ് ചാവിയും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പലരും, നമുക്കറിയാവുന്ന പലർക്കും പറ്റിയിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, ഒരേ ഒരു ചാവിയായിരിക്കും കൊടുത്ത് വിടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചാവി നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കീ നമ്പർ ഇല്ലാത്ത പക്ഷം നമുക്ക് സെക്കൻഡ് ചാവി എടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചാവി നമുക്ക് എടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം പലരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വാഹനത്തിൻ്റെ ലോക്ക് സെറ്റ് ഫുള്ള് റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പരമാവധി സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ റീയൂസ്ഡ് വാഹനം ഏത് സ്ഥലത്തു നിന്നും എടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും പലരും വാഹനത്തിൻ്റെ റിമോട്ട് സെൻട്രൽ ലോക്കാണ് പലരും നോക്കാറുള്ളത്. സെൻട്രൽ ലോക്ക് വരുന്ന പക്ഷം ഈ ഒരു കീ കോഡ് ആരും ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 99% വാഹന ഉടമകൾക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതുകൂടാതെ ഈ കീ കോഡ് നിലവിൽ ഇല്ലാത്ത പക്ഷം സർവീസ് മാനുവൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഏതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയാൽ കൂടിയും ആ വാങ്ങുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ടും വാഹനത്തിൻ്റെ സർവീസ് മാനുവൽ വാങ്ങിക്കേണ്ടത് നല്ലതാണ്. കാര്യം
വാഹനത്തിൻ്റെ ഓണേഴ്സ് ഡീറ്റെയിൽസ് കൂടാതെ തന്നെ മറ്റ് പല കാര്യങ്ങളും വാഹനത്തിൻ്റെ സർവീസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പീരിയോഡിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം ചെയ്യണം എന്ന കാര്യത്തിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും വാഹനം വാങ്ങുന്നവർ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ ചാവി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കീ കോഡ് വെച്ച് തന്നെ വാഹനത്തിൻ്റെ സർവീസ് മാനുവൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കീയിൽ ഈ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് ഷോറൂം വഴി, അത് വാഹനം ഏത് സർവീസ് സെൻറ്ററിലാണ് സർവീസ് ചെയ്യുന്ന ആ ഷോറൂം വഴി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കാവുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ RC ഓണറുടെ ഡീറ്റെയിൽസും കൊടുത്താൽ മാത്രമേ അത് ചെയ്യുവാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അതുകൊണ്ട് പുതിയ വാഹനം വാങ്ങുന്ന എല്ലാ വാഹന ഉടമകളും സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവരും വാഹനം നമുക്ക് ഷോറൂമിൽ നിന്ന് വാഹനം തരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും സർവീസ് മാനുവലിൻ്റെ ഡീറ്റെയിൽസും ഈ കീയും കൂടി നമ്മുടെ കയ്യിൽ തരുന്നത്. പക്ഷേ ഒരു കാരണവശാലും ചാവി വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ കീ നമ്പർ കീ കോഡ് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ സർവീസ് മാനുവലിൽ നേരത്തെ കണ്ടതുപോലെ ഈ കീ നമ്പർ എഴുതിയിട്ടുണ്ട്. കീ നമ്പർ കറക്റ്റാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ വാഹനം എടുക്കുവാൻ പാടുള്ളൂ. ഓക്കെ, പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു കീ നമ്പർ ഇല്ലാത്ത പക്ഷം പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, അതായത് ഈ ചാവിയിലോ അല്ലെങ്കിൽ ഈ സർവീസ് മാനുവലിലോ കീ നമ്പർ ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമെടുക്കുന്നവരും ഇതുപോലെ തന്നെ വാങ്ങുന്ന വാഹനത്തിൻ്റെ ചാവിയിൽ കീ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ സർവീസ് മാനുവൽ ഉണ്ടോ എന്ന് നോക്കണം. സർവീസ് മാനുവൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ട് ഈ കീ നമ്പർ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ മെയിൻ കീ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പുതിയ കീ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കുവാൻ സാധിക്കും. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും ഫസ്റ്റ് ഓണർഷിപ്പിൽ വാഹനമെടുക്കുന്നവരും റീയൂസ്ഡ് വാഹനമെടുക്കുന്നവരും എല്ലാവരും മനസ്സിലാക്കി വയ്ക്കേണ്ട ഒന്നാണ്. എല്ലാവരെയും അറിവിലേക്ക് പ്രത്യേകം ഷെയർ ചെയ്യുന്നു.